Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ച കാര്യമാണ്. വോളിയം 7 വായിച്ചൊരു കാര്യമാണ്. അപ്പം ശ്രീല പ്രഭുപാദ് ശിഷ്യന്മാരെ യൂറോപ്പിലേക്ക് അയക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ആദ്യകാലത്തിൽ പോയ ഒരു ശിഷ്യനാണ് ശിവാനന്ദദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി. അത് ഒരു 19 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക്. പക്ഷെ അത് ജർമ്മനിയിൽ പോയിട്ട് കുറച്ച് നടന്ന് കുറച്ച് പ്രീച്ചിങ് ഒക്കെ ചെയ്ത് ഒരു ജർമ്മൻ സ്റ്റുഡൻറ് ജോയിൻ ചെയ്ത് അത് അങ്ങനെ ചെറിയൊരു സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ പ്രഭുപാദിന് അവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പലരും പറയും ഈ പ്രീച്ചിങ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ പ്രഭുപാദ് എപ്പോഴും ശിവാനന്ദ പ്രഭുവിന്റെ കാര്യം ഇങ്ങനെ പറയാറുണ്ട്. അവൻ ഒറ്റയ്ക്ക് പോയി ഇത് ചെയ്തു എന്നുള്ള കാര്യം പറയാറുണ്ട്. അപ്പോൾ പ്രഭുപാദിന് അദ്ദേഹത്തിനെ വന്ന് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പ്രഭുപാദ് പുരുഷോത്തമ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സർവന്റിനോടൊപ്പം ഇവിടെ വന്നു, ജർമ്മനിയിലെത്തി. അപ്പം പക്ഷെ അത് വളരെ ചെറിയ പ്രഭുപാദ് ലോസ് ആഞ്ചൽസിൽ വലിയൊരു ക്ഷേത്രം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ജർമ്മനിയിൽ നിന്ന് ചെറിയൊരു ഈ ബാർബർ ഷോപ്പിന്റെ അടുത്തൊരു ചെറിയ കടമുറിയാണ് അവര് ഇത് കൃഷ്ണ കോൺഷ്യസ് ഇതായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം പ്രഭുപാദ് വന്നപ്പോഴത്തേന് ഈ ശിവാനന്ദ പ്രഭു ഉണ്ട്, പിന്നെ കൃഷ്ണദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി, അദ്ദേഹം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ ജോയിൻ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വന്നു. പിന്നെ ഒരു ജർമ്മൻ പയ്യനും കൂടെ വന്നു. ആ ജർമ്മൻ കുട്ടിയെ പിന്നെ ഉത്തമ ശ്ലോകദാസ് എന്ന് പറഞ്ഞ് പ്രഭുപാദ് ഇനിഷ്യേഷൻ ചെയ്ത്. അപ്പൊ ഇവര് 3 പേരുമാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ പ്രഭുപാദ് വന്നു. പ്രഭുപാദിന്റെ കൂടെ പുരുഷോത്തമദാസ് എന്ന് പറഞ്ഞ പ്രഭു ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് അവരൊരു ടാക്സി കാർ അറേഞ്ച് ചെയ്തു. എന്നിട്ട് പ്രഭുപാദിനെ കൊണ്ടുപോയി. എന്നിട്ട് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ചെറിയ മറ്റേ 26 സെക്കൻഡ് അവന്യൂ പോലുള്ള ചെറിയൊരിതാണ്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് റോഡിന്റെ ഓപ്പോസിറ്റ് ഒരു വലിയ 5 നില കെട്ടിടമുണ്ട്. അതിന്റെ മുകളിലുള്ള ഒരു റൂമിലാണ് പ്രഭുപാദിന് താമസിക്കാനായിട്ട് ഇത് കൊടുത്തത്. അപ്പൊ പ്രഭുപാദിനോട് ആദ്യമേ ശിവാനന്ദ പ്രഭു പറഞ്ഞു, ലോസ് ആഞ്ചൽസ് പോലെ ഒന്നും ഇല്ല, ഇവിടെ ചെറിയൊരു ഇതാണ് എന്നൊക്കെ പറഞ്ഞു. പ്രഭുപാദിന് കുഴപ്പമില്ലായിരുന്നു. അത് പ്രഭുപാദ് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ കൂടെ ഒന്ന് പുരുഷോത്തമ പ്രഭുവിന് അത് ബുദ്ധിമുട്ടായിരുന്നു. അത്രയും വിശാലമായുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ചെറിയൊരു റൂമിലിരിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. പ്രഭുപാദ് വന്ന് പിന്നെ അവരെ എൻകറേജ് ചെയ്യാനാണ് പ്രഭുപാദ് അവിടെ താമസിച്ച സമയത്ത് ശ്രമിച്ചത്. പ്രഭുപാദ് പറഞ്ഞു, ഞാൻ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഈ ടെമ്പിളിൽ വന്ന് ക്ലാസ് കൊടുക്കും, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എല്ലാവർക്കും എന്നെ വന്ന് കാണാം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പ്രോഗ്രാംസ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല, കാരണം അത്രയും കോണ്ടാക്ട്സ് ഒന്നും ഇല്ല അദ്ദേഹത്തിന്. പിന്നെ ടെമ്പിളിലും ആൾക്കാർ വരുമെന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പ്രഭുപാദ് വന്ന കുറച്ചൊന്നോ 2 പേരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ പ്രഭുപാദ് എങ്ങനെയാണ് ആ ശിഷ്യന്മാരെ ഉത്സാഹഭരിതരാക്കുന്നതെന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട്. സരസ്വരൂ മഹാരാജ് പറയുന്നുണ്ട്. ഒന്ന്, പ്രഭുപാദ് 2 രീതിയിലാണ് അവരോട് പറയുന്നത്. ഒന്ന്, ഇത് ഇവിടെ പ്രീച്ച് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളത് ആദ്യം പ്രഭുപാദ് എസ്റ്റാബ്ലിഷ് ചെയ്യും. പിന്നെ രണ്ടാമത് ഇവര് പതീതരായിട്ടുള്ള വളരെ ഫാളൻ ആയിട്ടുള്ള വ്യക്തികളാണ്, അവരെ ഉദ്ധരിക്കണം എന്നുള്ള കാര്യം കൂടെ പ്രഭുപാദ് അത് പറഞ്ഞു കൊടുക്കും. ഒന്ന് പ്രഭുപാദ് അതിന് എക്സാമ്പിൾ പറഞ്ഞത്, ഒരു നല്ലൊരു ഇലക്ട്രോണിക് മെഷീനോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ജർമ്മൻകാരാണെന്ന് പ്രഭുപാദ് പറഞ്ഞു. ഫസ്റ്റ് ജർമ്മൻകാരാണ് നല്ലപോലെ ഉണ്ടാക്കുന്നത്, പിന്നെ രണ്ടാമത് ജാപ്പനീസുകാരാണ്, പിന്നെ മൂന്നാമതാണ് അമേരിക്കൻസ് എന്ന് ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ അവർ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത് പ്രഭുപാദ് അവരോട് എസ്റ്റാബ്ലിഷ്. പിന്നെ പ്രഭുപാദ് പറഞ്ഞു, എനിക്കൊരു ഗോഡ് ബ്രദർ ഉണ്ട്, അദ്ദേഹം ജർമ്മൻ ആണ് എന്നൊക്കെ ഇങ്ങനെ അവരോട് അത് പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ ഒരു ദിവസം പിറ്റേ ദിവസം പ്രഭുപാദ് നടക്കാനായിട്ട് ഇറങ്ങിയപ്പം പ്രഭുപാദ് അവർക്ക് ഈ കാര്യം പ്രീച്ച് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രഭുപാദ് അവിടെ ഭയങ്കര തണുപ്പാണ് ജർമ്മനിയിൽ. അപ്പൊ ഒരു ടട്ടലിനൊക്കെ ഇത് കോട്ടും ഇതെല്ലാം ഇട്ട് പ്രഭുപാദ് നടന്നു. കൂടെ ഡിവോട്ടീസ് നടന്നായിരുന്നു. അപ്പം പ്രഭുപാദ് നടക്കുമ്പോൾ തന്നെ രാവിലെയാണ് നടക്കുന്നത്. അപ്പോഴത്തേനും എല്ലാവരും കാറിൽ കയറുന്നതായിട്ട് കണ്ടു. ഒരുപാട് പേര് കാറിൽ കയറുന്നതായിട്ടുണ്ട്. അപ്പം എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേന് അവര് ബിയർ കുടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, അവർ ഓൾറെഡി അവരുടെ ബിയർ ഉണ്ട്, അവരത് കുടിക്കുക, എന്നിട്ടും അവര് ഇതിൽ പോയി കുടിക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ അവര് വലിയ ഫാറ്റാണ്, നല്ല വണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ പ്രഭുപാദ് ചോദിച്ചപ്പോ എന്താ ഇത്രയും ഫാറ്റായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേന് ശിവാനന്ദ പ്രഭു പറഞ്ഞു, ഇത് ഒരുപാട് പൊട്ടറ്റോ കഴിക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, മീറ്റും കഴിക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രഭുപാദ് അവരോട് പറഞ്ഞു.
അത് കഴിഞ്ഞ് കുറച്ച് നടന്നു വന്നപ്പോൾ പ്രഭുപാദ് ഒരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മൾ പ്രീച്ച് ചെയ്യണം എന്നുള്ളൊരു എക്സാമ്പിൾ. ഇങ്ങനെ LB നദി എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. ആ നദിയിലൂടെ തീരത്തൂടെ നടന്നു വന്നപ്പോഴത്തേന് ഒരു വലിയൊരു കണ്ടെയ്നർ ഷിപ്പുണ്ട്, വലിയൊരു കപ്പല്. അതിനെ വലിച്ചുകൊണ്ട് പോകാനൊരു ടഗ് ബോട്ടുണ്ട്, ചെറിയ ബോട്ട്. ആ ബോട്ട് ആ ഷിപ്പിൽ കെട്ടിയിട്ട് ആ ബോട്ടിന് എഞ്ചിനുണ്ട്, അത് വലിക്കുകയാണ്. ഷിപ്പ് ഓഫാക്കിയിട്ടേക്കാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രഭുപാദ് അത് ആ എക്സാമ്പിൾ കണ്ടപ്പോഴത്തേന് പ്രഭുപാദ് പറഞ്ഞു, മായ വളരെ നമ്മൾ കാണുമ്പോൾ വലിയ ശക്തമാണെന്ന് തോന്നും, പക്ഷെ മായക്ക് അത്ര പവർ ഇല്ല. പക്ഷെ യഥാർത്ഥത്തിൽ മായയ്ക്ക് ഈ വലിയ കണ്ടെയ്നർ ഷിപ്പിനെ വലിക്കാൻ പറ്റുന്നത് കണ്ടെയ്നർ ഷിപ്പ് എഞ്ചിൻ ഓഫാക്കിയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ടഗ് ബോട്ടിന് എഞ്ചിനുണ്ട്, അതുകൊണ്ട് ആ വലിയ കണ്ടെയ്നർ ഷിപ്പിനെ ആ മായയ്ക്ക്, അത് നമ്മളെന്ന് പറഞ്ഞാൽ ആ വലിയ കണ്ടെയ്നർ ഷിപ്പാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈശ്വരാബോധം ഇല്ലാത്തതുകൊണ്ട് മായയ്ക്ക് ഈസി ആയിട്ട് നമ്മളെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ വലിയ കണ്ടെയ്നർ ഷിപ്പിന്റെ എഞ്ചിൻ ഓണാക്കുക ആണ്, അവർക്ക് കൃഷ്ണാബോധം കൊടുക്കുകയാണ് എന്നുള്ളത് ഇങ്ങനെ പ്രഭുപാദ് അവരെ പറഞ്ഞു. അപ്പൊ രണ്ട് രീതിയിലും പ്രഭുപാദ് അവരെ ഉത്സാഹഭരിതരാക്കി. ഇത് നല്ല സ്ഥലമാണ് പ്രീച്ച് ചെയ്യാൻ, ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതേപോലെ തന്നെ ഇന്റലിജന്റ് ആണെങ്കിൽ അവരത്രയും ഫാളനാണ്, നിങ്ങൾ അവർക്ക് ഈ കാരുണ്യം കൊടുക്കണം എന്നുള്ളത് പ്രഭുപാദ് അവിടെ അവർക്ക് പറഞ്ഞുകൊണ്ട്